ഹായ് ഓൾ, വെൽക്കം ടു സയൻസ് ഫോർ ഓൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ പ്ലാൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ ഗ്രൂപ്പ് ഡിക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, NCERT കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോ ചോദ്യങ്ങളിലൂടെ കണ്ട് വിശദമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ്സ് റീപ്രൊഡ്യൂസസ് അസെക്ഷലി ബൈ ബഡ്ഡിങ് അലോങ് ദ മാർജിൻസ് ഓഫ് ലീഫ്? അതായത് ഇലയിൽ ഉണ്ടാവുന്ന ബഡ്സിലൂടെ പുതുതായിട്ട് ഒരു ചെടിയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെടിയുടെ സെക്ഷൽ ഓർഗൻ എന്ന് പറയുന്നത് പുഷ്പങ്ങളാണ്, ഫ്ലവേഴ്സാണ്. ഫ്ലവർ അല്ലാതെ ചെടിയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാവുന്നതെങ്കിൽ അത് ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഭാഗമാണ്. NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്ന ചില ഓർഗാനിസങ്ങളെയും ചെടികളെയും തമ്മിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് NCERT കൊടുത്തിട്ടുള്ളതാണ്. എക്സാമ്പിളിലേക്ക് നമുക്ക് പോകാം. ബ്രയോഫില്ലം എന്ന് പറയുന്ന ചെടി, ഫില്ലോ എന്ന് പറഞ്ഞാൽ അത് ഇലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളൊരു കാര്യം ഓർത്ത് വെക്കുക. ആ ഒരു ടേം ഫില്ലോ ടാക്സി എന്നൊക്കെ പറയും. അപ്പോൾ ബ്രയോഫില്ലം ഇല ഓർത്ത് വെക്കുക. ഇലയിലൂടെയാണ് പുതിയ ചെടി ഉണ്ടാകുന്നത്. അപ്പോൾ ബ്രയോഫില്ലം. ഓക്കെ. അപ്പോൾ NCERT പറയുന്ന വാചകം ഇങ്ങനെയാണ്: സിമിലർലി ബഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ നോച്ചസ് അലോങ് ദ ലീഫിൻ്റെ അറ്റത്തായിട്ടുണ്ടാകുന്ന ബഡ്ഡുകൾ അത് ഡെവലപ്പ് ചെയ്ത് മാർജിനിലാണ് ഉണ്ടാകുന്നത്. അത് താഴോട്ടേക്ക് വീണ് കഴിഞ്ഞാൽ മണ്ണുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പുതിയ ചെടിയായിട്ട്, പുതിയ ബ്രയോഫില്ലം ചെടിയായിട്ട് മുളയ്ക്കും. ഓക്കെ. സോ ഇലയിലൂടെ പുതുതായിട്ട് ഒരു ചെടി ഉണ്ടാകുന്ന ഇതിലാണ്, ബ്രയോഫില്ലത്തിലാണ്. നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ബ്രയോഫില്ലം. ഓപ്ഷൻ ബി ബ്രയോഫില്ലമാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എ സ്റ്റുഡൻറ് കട്ട്സ് ദ സ്റ്റൈൽ ഓഫ് എ ഫ്ലവർ ബിഫോർ പോളിനേഷൻ. വാട്ട് വിൽ ബി ദ മോസ്റ്റ് ലൈക്ലി ഔട്ട്കം? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ചെടിയുടെ പ്രധാനപ്പെട്ട സെക്ഷൽ ഓർഗനാണ്, സെക്ഷൽ പാർട്ടാണ് ഈ ഫ്ലവർ എന്ന് പറയുന്നത്. ഈ ഫ്ലവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലവറിന് പ്രധാനമായിട്ടും മെയിൽ പാർട്ടും ഉണ്ട്, ഫീമെയിൽ പാർട്ടും ഉണ്ട്. അത് കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഓക്കെ. അതിൽ ഫീമെയിൽ പാർട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഫീമെയിൽ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഒന്നുകിൽ പിസ്റ്റിൽ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? പിസ്റ്റിൽ എന്ന് വിളിക്കും. ഫീമെയിൽ പാർട്ടിനെ പിസ്റ്റിൽ എന്ന് വിളിക്കും. അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട്, കാർപ്പൽ. NCERT ടേം നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഒരു പുഷ്പത്തിലെ ഫീമെയിൽ പാർട്ടിനെ നമ്മൾ പിസ്റ്റിൽ ഓക്കെ, പെൺഭാഗം അല്ലേ, അങ്ങനെ ഓർത്ത് വെക്കുക. പെൺഭാഗം പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് വിളിക്കും. ഒരു ഫീമെയിൽ പാർട്ടിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രധാനമായിട്ട് കാണാനായിട്ട് സാധിക്കും? ഇതിൻ്റെ ഒരു റഫ് ഫിഗറാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. ഇങ്ങനെയാണ് ഒരു ഫീമെയിൽ പാർട്ട് അഥവാ പിസ്റ്റിലിൻ്റെ രൂപം എന്ന് പറയുന്നത്. പിസ്റ്റിലിൻ്റെ അറ്റത്തായിട്ട് കാണുന്ന ഈ ഒരു റിസെപ്റ്റീവ് സർഫസ്, അതിനെയാണ് നമ്മൾ സ്റ്റിഗ്മ എന്ന് പറയുന്നത്. സ്റ്റിഗ്മ ഇവിടെ വന്നിട്ടാണ് പോളൻ ഗ്രെയിൻസ്, പൂമ്പൊടികൾ ഒട്ടിച്ചേരുന്ന സ്റ്റിഗ്മയ്ക്ക് തൊട്ട് താഴെ ഒരു നീണ്ട റീജിയൻ ഉണ്ട്. അതിനെ നമ്മൾ സ്റ്റൈൽ എന്ന് പറയും. സ്റ്റൈലിൻ്റെ തൊട്ട് താഴെയായിട്ട് മെയിൻ ഭാഗമുണ്ട്, ഓവറി. അപ്പോൾ ഒരു പിസ്റ്റിലിൽ അല്ലെങ്കിൽ കാർപ്പലിൽ എന്തൊക്കെ കാണാൻ പറ്റും? സ്റ്റിഗ്മ, നീണ്ട ട്യൂബ്, സ്റ്റിഗ്മയുടെ താഴെയായിട്ട് അതിനെ സ്റ്റൈൽ എന്ന് വിളിക്കും. ഏറ്റവും താഴെയായിട്ട് ഓവറിക്കുള്ളിലായിട്ട് ഒവ്യൂളുകൾ എന്ന് പറയുന്ന ഭാഗം കാണാൻ പറ്റും. ഓവറിക്കുള്ളിലായിട്ട് എന്തുണ്ട്? ഒവ്യൂളുണ്ട്. ഈ ഒവ്യൂളിൻ്റെ ഉള്ളിലായിട്ടാണ് എന്തുള്ളത്? ഫീമെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നുള്ളത്. ഒവ്യൂളിൻ്റെ ഉള്ളിലാണ് ഫീമെയിൽ ഗാമേറ്റ് ഉള്ളത്. അപ്പോൾ NCERT ടെക്സ്റ്റിൽ ഇതിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ ദ പോളൻ ലാൻഡ്സ് ഓൺ എ സ്യൂട്ടബിൾ സ്റ്റിഗ്മ. ഈ പോളൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? മെയിൽ ഗാമേറ്റ് ഉള്ളത്. ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ മെയിൽ ഗാമേറ്റ് ആരുമായിട്ട് കൂടിച്ചേരണം? ഫീമെയിൽ ഗാമേറ്റുമായിട്ട് കൂടിച്ചേരണം. പോളൻ സ്റ്റിഗ്മയിൽ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ അതെങ്ങോട്ടേക്ക് എത്തിച്ചേരണം? ഓവറിയിലേക്ക് എത്തിച്ചേരണം. അപ്പോൾ ഈ പോളൻ ഗ്രെയിന് ഇവിടുന്ന് ഒരു ട്യൂബിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ പോളൻ ട്യൂബ് എന്ന് വിളിക്കുക. പോളൻ ട്യൂബ്. അങ്ങനെ പോളൻ ട്യൂബിലൂടെയാണ് ഈ മെയിൽ ഗാമേറ്റ് ഫീമെയിൽ ഗാമേറ്റിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഒന്നുകൂടി കാര്യങ്ങൾ സമ്മറൈസ് ചെയ്യാം. ഫീമെയിൽ പാർട്ടിനെ പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് വിളിക്കുന്നു. 3 ഭാഗങ്ങളാണ് ഒരു ചെടിയുടെ പുഷ്പത്തിലെ ഫീമെയിൽ പാർട്ടിനുള്ളത്: സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഓവറിക്കുള്ളിൽ എന്തുണ്ട്? ഒവ്യൂളുണ്ട്. ഒവ്യൂളിൻ്റെ അകത്തായിട്ടാണ് ഫീമെയിൽ ഗാമേറ്റ് ഉള്ളത്. ചോദ്യത്തിലേക്ക് തിരിച്ചു പോവാം. എ സ്റ്റുഡൻറ് കട്ട്സ് ദ സ്റ്റൈൽ ഫീമെയിൽ പാർട്ടിലെ സ്റ്റൈല് മുറിച്ച് കളയാണ്. വാട്ട് വിൽ ബി ദ മോസ്റ്റ് ലൈക്ലി ഔട്ട്കം? എന്ത് സംഭവിക്കില്ല? മെയിൽ ഗാമേറ്റ് ആരെ കാണാൻ പോകുന്നില്ല? സ്റ്റൈൽ മുറിച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ ഗാമേറ്റിനെ കാണാൻ പോകുന്നില്ല.
അവർ കണ്ടുമുട്ടാൻ പോകുന്നില്ല. കണ്ടുമുട്ടുന്ന പ്രോസസ്സിനെയാണ് മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഒരുമിച്ച് ചേരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഫെർട്ടിലൈസേഷൻ സംഭവിക്കണമെങ്കിൽ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടണം. സ്റ്റൈൽ മുറിച്ച് കഴിഞ്ഞാൽ മെയിൽ ഗാമേറ്റിന് ഓവറിയിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കില്ല? ഫെർട്ടിലൈസേഷൻ സംഭവിക്കില്ല. വിൽ നോട്ട് ഒക്കർ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? എന്താണ് ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? NCERT പറയുന്ന വാചകങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാം. NCERT ഒരു പാരഗ്രാഫിലൂടെ എന്തൊക്കെയാണ് പറയുന്നത്? There are many plants in which part like root, stem, leaves develop into new plants. ചില ചെടികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട്, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെം, അതുപോലെ തന്നെ അതിൻ്റെ ലീവ്സ് അത് പുതിയ ചെടികളായിട്ട് മാറും. സാധാരണ നമുക്കറിയാം നമ്മുടെ ചുറ്റും കാണുന്ന ചെടികളിലെല്ലാം തന്നെ അതിൻ്റെ സെക്ഷൽ പാർട്ട് എന്ന് പറയുന്നത് പുഷ്പങ്ങളാണ്, ഫ്ലവേഴ്സാണ്. ആ ഫ്ലവേഴ്സിലൂടെയാണ് പുതിയ ചെടികൾ അവിടെ ഫെർട്ടിലൈസേഷൻ സംഭവിച്ച് അത് പഴങ്ങളിലുള്ള വിത്തുകളിലൂടെ പുതിയ ചെടിയായിട്ട് മാറുന്നത്. അപ്പോൾ ഫ്ലവേഴ്സാണ് ഒരു ചെടിയുടെ സെക്ഷൽ ഓർഗനായിട്ട് നമ്മൾ പൊതുവെ കണക്കാക്കുന്നത്. എന്നാൽ ചില ചെടികളിൽ ഫ്ലവേഴ്സ് ഒഴിച്ച് റൂട്ടിലൂടെ അല്ലെങ്കിൽ സ്റ്റെമ്മിലൂടെ ലീഫിലൂടെ പുതിയ ചെടികൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ജനറേഷനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെ ഉണ്ടാക്കുക എന്ന് പറയുക. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സോ അൺലൈക്ക് ഇൻ മോസ്റ്റ് ആനിമൽ, പ്ലാന്റ് ക്യാൻ ഇൻഡീഡ് യൂസ് സച്ച് എ മോഡ് ഫോർ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആ ഒരു മോഡ് യൂസ് ചെയ്യാം. ദിസ് പ്രോപ്പർട്ടി ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് യൂസ്ഡ് ഇൻ മെത്തേഡ്സ് സച്ച് ആസ് ലെയറിങ്. ശ്രദ്ധിക്കണം, ലെയറിങ് ഇത് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ്. ലെയറിങ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് പോലെയുള്ള ഗ്രാഫ്റ്റിംഗ് ഒക്കെ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള മെത്തേഡാണ്. മെനി പ്ലാന്റ്സ് ലൈക്ക് ഷുഗർ കെയിൻ, കരിമ്പ്, റോസസ്, ഗ്രേപ്സ് അതിനൊക്കെ നമ്മൾ ഈ ലെയറിങ് യൂസ് ചെയ്യുന്നുണ്ട് അഗ്രികൾച്ചർ പർപ്പസ് ആയിട്ട്. പ്ലാന്റ്സ് റേസ്ഡ് ബൈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ക്യാൻ ബിയർ ഫ്ലവർ ആൻഡ് ഫ്രൂട്ട്സ് ഏർലിയർ ദാൻ ദോസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം സീഡ്സ്. ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ നല്ല വശം എന്താണെന്ന് ചോദിച്ചാൽ NCERT കൃത്യമായിട്ട് പറയുന്നുണ്ട്. പ്ലാന്റ്സ് റേസ്ഡ് ബൈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ക്യാൻ ബിയർ ഫ്ലവർ ആൻഡ് ഫ്രൂട്ട്സ് ഏർലിയർ ദാൻ ദോസ് പ്രൊഡ്യൂസ് ഫ്രം സീഡ്സ്. ഈ പറഞ്ഞ സാധാരണഗതിയിൽ സീഡ്സിൽ നിന്ന് വളരുന്ന ചെടികളെ അപേക്ഷിച്ച് ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെ, അതായത് റൂട്ടിൽ നിന്ന്, സ്റ്റെമ്മിൽ നിന്ന്, ലീവ്സിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ചെടികൾക്ക് പെട്ടെന്ന് തന്നെ പുഷ്പങ്ങളെയും പഴങ്ങളെയും ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കാർഷിക രംഗത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സായിരിക്കും. സച്ച് മെത്തേഡ്സ് ഓൾസോ മേക്ക് പോസിബിൾ ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് പ്ലാന്റ്സ് സച്ച് ആസ് ബനാന, ഓറഞ്ച്, റോസ്, ജാസ്മിൻ. ബനാന, ഓറഞ്ച്, റോസ്, ജാസ്മിൻ എന്നീ ചെടികളിലും ഈ പറഞ്ഞ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഹാവ് ലോസ്റ്റ് ദ കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് സീഡ് ഉണ്ടാക്കാൻ ഉള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോയ ബനാന, ഓറഞ്ച്, റോസ്, ജാസ്മിൻ എന്നീ ചെടികൾ വളർത്താനായിട്ട് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. Another advantage of vegetative propagation is that all plants produced are genetically similar. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ്. ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ ചെടികൾ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഏത് ചെടിയിൽ നിന്നാണോ പുതിയ ചെടി ഉണ്ടാകുന്നത് അയാളുടെ സെയിം കോപ്പി ആയിരിക്കും, ജനറ്റിക്കലി സിമിലർ ആയിരിക്കും. ഇതാണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെ ഉണ്ടാകുന്ന പുതിയ ചെടികൾ ജനറ്റിക്കലി സിമിലർ ആയിരിക്കും. പക്ഷേ സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ഉണ്ടാകുന്ന പുതിയ ചെടികളിൽ എന്തുണ്ടാവും? വേരിയേഷൻ. ആ രക്ഷിതാവിൽ നിന്ന് അല്ലെങ്കിൽ പാരൻറ്റിൽ നിന്ന് വ്യത്യസ്ത ക്യാരക്ടേഴ്സ് കാണിക്കും. പക്ഷേ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അങ്ങനെയല്ല. പാരൻറ്റിൻ്റെ സ്വഭാവം എന്താണോ അല്ലെങ്കിൽ പാരൻറ്റിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണോ അതേ ക്യാരക്ടേഴ്സ് തന്നെ കാണിക്കും. അപ്പോൾ 2 പോയിന്റുകൾ ഓർത്ത് വെക്കുക. ഒന്നാമത്തെ പോയിന്റ് എന്താണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലാന്റ്സ് റേസ്ഡ് ബൈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ക്യാൻ ബിയർ ഫ്ലവർ ആൻഡ് ഫ്രൂട്ട്സ് ഏർലിയർ. പെട്ടെന്ന് തന്നെ ഫ്ലവർ ആൻഡ് ഫ്രൂട്ട്സ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഈ ഒരു ചെടി എന്ന് പറയുന്ന പുതുതായിട്ടുണ്ടാകുന്ന ചെടി പാരൻസുമായിട്ട് ജനറ്റിക്കലി സിമിലർ ആണ്. അപ്പോൾ ഇത്രയും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനെ പറ്റി NCERT പറയുന്നുണ്ട്. ചോദ്യത്തിലേക്ക് തിരിച്ചു പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ അഡ്വാൻറ്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 അഡ്വാൻറ്റേജുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ചെടികൾക്ക് ഫ്ലവറും ഫ്രൂട്ട്സും നേരത്തെ ഉണ്ടാക്കാം. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് പാരൻറ്റുമായിട്ട് ജനറ്റിക്കലി സിമിലർ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടോയെന്ന്. ദ ക്യാൻ ഫ്ലവർ ആൻഡ് ഫ്രൂട്ട് ലേറ്റർ എന്നാണ്. ലേറ്റർ അല്ല അല്ലേ, ഏർലിയർ എന്നാണ്.
ദേ ക്യാൻ ഫ്ലവർ ആൻഡ് ഫ്രൂട്ട് ഏർലിയർ. കറക്റ്റ് ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി. ദേ ആർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് എന്നാണോ? അല്ല, ദേ ആർ കംപ്ലീറ്റ്ലി സിമിലർ. എക്സാക്റ്റ് കോപ്പികളായിരിക്കും. ദേ ക്യാൻ ഷോ കംപ്ലീറ്റ്ലി ന്യൂ ക്യാരക്ടേഴ്സ് അല്ല, സെയിം ക്യാരക്ടേഴ്സാണ്. പാരൻ്റ് കാണിക്കുന്ന അതേ സ്വഭാവം. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ? ഓപ്ഷൻ ബി ആണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ 2 അഡ്വാൻറ്റേജുകൾ. എക്സാക്ട്ലി NCERT ആയിട്ട് ബന്ധപ്പെട്ടാണ് ഗ്രൂപ്പ് ഡി ചോദിച്ചിരിക്കുന്നത് ആ പാരഗ്രാഫ്. ഓക്കെ, അടുത്ത ചോദ്യം. റൂട്ട്സ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ്സ് ക്യാൻ ഗിവ് റൈസ് ടു ന്യൂ പ്ലാൻ. പുതിയ പ്ലാന്റ് റൂട്ടിൽ നിന്ന് വരുന്നത് തന്നിരിക്കുന്നവയിൽ ഏത് ചെടിയിൽ നിന്നാണ്? ഓർത്ത് വെക്കുക, സ്വീറ്റ് പൊട്ടറ്റോ. സ്വീറ്റ് പൊട്ടറ്റോയിൽ നിന്നാണ്. സ്വീറ്റ് പൊട്ടറ്റോയുടെ റൂട്ടിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാകുന്നത്. ഇതൊരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ്. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ നീഡ് ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സസ്യങ്ങളിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ആവശ്യകത എന്താണ്? അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? NCERT ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ നീഡ് ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ലൈംഗികമായിട്ടുള്ള പ്രത്യുൽപാദനത്തിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണ്? എവറി ഇൻഡിവിജ്വൽ ഓർഗാനിസം കനോട്ട് ബി പ്രൊട്ടക്റ്റഡ് ബൈ വേരിയേഷൻ. വേരിയേഷൻസ് ആർ യൂസ്ഫുൾ ഫോർ എൻഷുറിങ് സർവൈവൽ ഓഫ് ദ സ്പീഷീസ്. അതായത് ഒരു സ്പീഷീസിൻ്റെ നിലനിൽപ്പിന് അവിടെ വേണ്ടത് വേരിയേഷൻസ് ആണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് അവിടെ മാറ്റം വരണം. ആ മാറ്റം സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ. ആ സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ഉണ്ടായാൽ മാത്രമേ അവിടെ വേരിയേഷൻസ് എന്ന് പറയുന്ന ഘടകം നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. വേരിയേഷൻ. അപ്പോൾ സെക്ഷൽ മോഡിൽ എന്തുണ്ട്? അവിടെ വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. പാരൻറ്റിൽ നിന്ന് വ്യത്യസ്ത ക്യാരക്ടേഴ്സ്. ആ പറയുന്ന വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ആയിരിക്കും ആ ഒരു ജീവിയുടെ, ആ ഒരു ഓർഗാനിസത്തിൻ്റെ സർവൈവലിന്, നിലനിൽപ്പിന് സഹായകമാവുന്നത്. സോ വേരിയേഷനാണ് സെക്ഷൽ മോഡിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് ദ നീഡ് ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ? ടു ഇൻക്രീസ് ജനറ്റിക് വേരിയേഷൻ. വേരിയേഷൻ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. ടു ഇൻക്രീസ് ജനറ്റിക് വേരിയേഷൻ ഫോർ ബെറ്റർ അഡാപ്റ്റേഷൻ. മാറി വരുന്ന സാഹചര്യത്തിൽ നിലനിൽക്കാനായിട്ട് അവർക്ക് എന്ത് വേണം? വേരിയേഷൻസ് വേണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ പോളൻ ട്യൂബ് ഇൻ പ്ലാന്റ് ഫെർട്ടിലൈസേഷൻ? പോളൻ ട്യൂബ്. പ്ലാന്റ് ഫെർട്ടിലൈസേഷനിൽ പോളൻ ട്യൂബിൻ്റെ റോൾ എന്താണ് എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ നേരത്തെ ചിത്രം കണ്ടു അല്ലേ? ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? പിസ്റ്റിൽ. പിസ്റ്റിൽ എന്ന് പറയുമ്പോൾ 3 ഭാഗമുണ്ട്. എന്തൊക്കെയാണ്? സ്റ്റിഗ്മ, തൊട്ട് താഴെയായിട്ട് എന്തുണ്ട്? സ്റ്റൈലുണ്ട്, ഏറ്റവും അവസാനം ഓവറുണ്ട്. സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഓക്കെ, അപ്പോൾ പോളൻ ട്യൂബിൻ്റെ ആവശ്യകത എന്താണ്? സ്റ്റിഗ്മയിലാണ് ഈ പോളൻ ഗ്രെയിൻസ്, പൂമ്പൊടി വന്ന് പറ്റിപ്പിടിക്കുന്നത്. ഈ പോളൻ ഗ്രെയിൻസ് വന്ന് പറ്റിപ്പിടിച്ചാൽ അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഈ സ്റ്റൈലിലൂടെ ഒരു ട്യൂബ് പോലെയുള്ള സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ പോളൻ ട്യൂബ് എന്ന് വിളിക്കുന്നത്. ഇതിനെ പോളൻ ട്യൂബ് എന്ന് വിളിക്കും. ഇതാ ഈ ചിത്രത്തിൽ കണ്ടോ? NCERT ഈ ചിത്രത്തിൽ പോളൻ ട്യൂബ് കാണിച്ചിട്ടുണ്ട്. ഈ പോളൻ ട്യൂബിലൂടെയാണ് പോളൻ ഗ്രെയിനിൻ്റെ അകത്തുള്ള മെയിൽ ഗാമേറ്റ് സഞ്ചരിച്ച് ഇങ്ങോട്ടേക്ക് എത്തുക, ഫീമെയിൽ ഗാമേറ്റിനെ കാണാനായിട്ട് ഓവറിയിലെത്തുക. അപ്പോൾ പോളൻ ട്യൂബ്. സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് പോളൻ ട്യൂബ് ഇൻ എ പ്ലാന്റ് ഫെർട്ടിലൈസേഷൻ? എന്താണ്? ടു ട്രാൻസ്പോർട്ട് മെയിൽ ജേം സെൽ ടു ഫീമെയിൽ ജേം സെൽ. മെയിൽ ജേം സെൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മെയിൽ ഗാമേറ്റ്. പോളൻ ഗ്രെയിൻസിനെ അല്ല എത്തിക്കുന്നത്. പോളൻ ഗ്രെയിൻസിൻ്റെ ഉള്ളിൽ ആരുണ്ട്? മെയിൽ ഗാമേറ്റ് ഉണ്ട്, അഥവാ മെയിൽ ജേം സെല്ലുണ്ട്. അതിനെ ഫീമെയിൽ ജേം സെല്ലിൻ്റെ അടുത്തേക്ക് എത്തിക്കാനായിട്ടാണ് പോളൻ ട്യൂബ് അതിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ചോദ്യം. സെലക്ട് ദ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ഇൻ വിച്ച് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഒക്കർ ബൈ ഫിഷൻ. ഫിഷൻ എന്ന് പറയുന്ന ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ രീതിയുണ്ട്. എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള കോശങ്ങളിലാണ് ഈ ഒരു രീതി വഴി അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏറ്റവും ചെറിയ ബാക്ടീരിയകൾ പോലുള്ള, അമീബ പോലെയുള്ള ഓർഗാനിസം ഒരു സെല്ല് അത് മെച്ചുറായി കഴിഞ്ഞാൽ 2 പുതിയ സെല്ലുകളായിട്ട് മാറും. ഈ 2 പുതിയ സെല്ലുകളും ഒരു അഡൽട്ടായിട്ട് പതുക്കെ ട്രാൻസ്ഫോം ആവും. അങ്ങനെ ആ 2 അഡൽട്ടുകളും പിന്നെയും 2 പുതിയ സെല്ലുകളായിട്ട് മാറും. അങ്ങനെയാണ് അവരുടെ ജനറേഷൻ പുതുതായിട്ട് വരുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫിഷൻ എന്ന് പറയുക. ഫിഷൻ. അപ്പോൾ ഫിഷൻ എന്നുള്ള പ്രോസസ്സ് കാണിക്കുന്നത് ആരൊക്കെയാണ്? NCERT കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫോർ യൂണിസെല്ലുലാർ ഓർഗാനിസം, ഏകകോശ ജീവികൾ എന്ന് പറയുമ്പോൾ പൊതുവേ ബാക്ടീരിയകൾ, അതുപോലെ തന്നെ പ്രോട്ടോസോവകൾ, അമീബ പോലെയുള്ള പ്രോട്ടോസോവകൾ,
അവരൊക്കെയാണ് ഫിഷൻ എന്നുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ രീതി വഴി പുതിയ ഓർഗാനിസങ്ങളെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? ബ്ലൂ ഗ്രീൻ ആൽഗെ, അഥവാ ഇയാൾ വിളിക്കുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് എന്താ? സയനോ ബാക്ടീരിയ എന്ന് പറയുന്നതാണ്. സയനോ ബാക്ടീരിയ എന്ന് പറയും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സീഡ് ഡിസ്പേഴ്സൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ പ്ലാന്റ്സ് ബിക്കോസ് ഇറ്റ് ഡാഷ്. സീഡ് ഡിസ്പേഴ്സൽ, വിത്തുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്കായിട്ട് ചെടി എങ്ങനെയെങ്കിലും എത്തിക്കാനായിട്ട് ശ്രമിക്കും. കാറ്റ് വഴിയോ അല്ലെങ്കിൽ ആനിമൽസ്, ബേർഡ്സ് വഴിയോ ഒക്കെ സീഡിനെ പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കും. അത് എന്തുകൊണ്ടാണ്? ആ ചെടിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ചെടി അല്ലെങ്കിൽ ആ ഒരു സ്പീഷീസിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് സീഡ് ഡിസ്പേഴ്സൽ എന്നുള്ളത് ആവശ്യകമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് മാച്ചിങ് ആയിട്ടുള്ള ഓപ്ഷൻ എന്താണ്? പ്രിവെൻസ് ഓവർ ക്രൗഡിങ് ആൻഡ് കോമ്പറ്റീഷൻ. അമിതമായിട്ടുള്ള ആ ഒരു പോപ്പുലേഷൻ, അത് അമിതമായിട്ട് പോപ്പുലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ജീവിക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ചിലപ്പം കിട്ടുന്നുണ്ടാവില്ല. അതായത് പോപ്പുലേഷൻ കൂടിയാൽ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന അവസ്ഥ നമുക്കറിയാം, വേണ്ടത്ര റിസോഴ്സുകൾ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ സ്ഥലങ്ങൾ, പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകാനായിരിക്കും ഇവർ ആഗ്രഹിക്കുക. അത് കാറ്റിലൂടെയോ പക്ഷികളിലൂടെയോ ഒക്കെ കിട്ടും. ആൻഡ് കോമ്പറ്റീഷൻ കുറഞ്ഞാൽ സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്? സസ്യങ്ങളുടെ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഗാമേറ്റ്സ് ക്യാൻ എലോൺ പ്രൊഡ്യൂസ് ന്യൂ ഓഫ് സ്പ്രിങ്. സ്പോർ ക്യാൻ എലോൺ പ്രൊഡ്യൂസ് ന്യൂ ഓഫ് സ്പ്രിങ്. സ്പോർ നീഡ് ഫ്യൂഷൻ വിത്ത് അനദർ സ്പോർ ടു പ്രൊഡ്യൂസ് ന്യൂ ഓഫ് സ്പ്രിങ്. സ്പോർ ആർ പ്രൊഡ്യൂസ്ഡ് ഓൺലി ഡ്യൂറിങ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഈ സ്പോർ ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ രീതിയാണ്. ഈ ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ രീതി പൊതുവെ കാണിക്കുന്നത് ഫംഗസുകളാണ്. റൈസോപ്പസ്, എക്സാമ്പിൾ റൈസോപ്പസ് പോലെയുള്ള ഫംഗസ് കാണിക്കുന്ന ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ രീതിയാണ് സ്പോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ചെറിയ സ്പോർ പോലെയുള്ള സ്ട്രക്ചർ ഉണ്ടാക്കും. സ്പോർ നല്ല കട്ടിയുള്ള ഒരു പ്രൊട്ടക്ഷൻ വാളൊക്കെ ഉള്ള ഒരു സ്പോർ എന്ന് വിളിക്കും. ഈ സ്പോറ് എപ്പോഴാണോ അതിന് യോജിച്ച സാഹചര്യം വരുന്നത്, ആ സ്പോറ് പുതിയൊരു ഓർഗാനിസമായിട്ട് മുളച്ചു വരും. ഒരു സിംഗിൾ സ്പോറിൽ നിന്ന് തന്നെ പുതിയൊരു ഓർഗാനിസം ജനിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കറക്റ്റ് ഓപ്ഷൻ എന്താണെന്നറിയോ? സ്പോർസ് ക്യാൻ എലോൺ പ്രൊഡ്യൂസ് ന്യൂ ഓഫ് സ്പ്രിങ്. പുതിയ ഓഫ് സ്പ്രിങ്ങുകളെ സ്പോറുകൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ NCERT കൃത്യമായിട്ട് പറയുന്നുണ്ട് റൈസോപ്പസ് സ്പോർ ഫോർമേഷനിലൂടെയാണ് പുതിയ ഓർഗാനിസത്തിനെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്? ഫെർട്ടിലൈസേഷൻ അല്ല, അത് സെക്ഷലാണ്. ജെർമിനേഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ട് വിത്ത് ഉണ്ടാവും. വിത്ത് ജെർമിനേറ്റ് ചെയ്താണ് പുതിയ ചെടി ഉണ്ടാകുന്നത്. പോളിനേഷൻ, അതൊക്കെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഭാഗമാണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ രീതിയാണ്. അടുത്തത്, ഇൻ ദ പ്രോസസ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് പിസ്റ്റിൽ? പിസ്റ്റിൽ എന്ന് പറയുന്നത് എന്താണ്? ഫീമെയിൽ പാർട്ടാണ് അല്ലേ? ഫീമെയിൽ പാർട്ടാണ് പിസ്റ്റിൽ. ആ ഫീമെയിൽ പാർട്ടിൽ എന്തൊക്കെയുണ്ട്? സ്റ്റിഗ്മ, സ്റ്റൈൽ, അതുപോലെ തന്നെ ഓവറി. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി എന്ന് പറയുന്ന 3 ഭാഗമുണ്ട്. അപ്പോൾ എന്താണ് പിസ്റ്റിലിൻ്റെ ഒരു ആവശ്യകത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് റിസീവ്സ് പോളൻ ആൻഡ് ഹൗസസ് ഒവ്യൂൾസ് ഫോർ ഫെർട്ടിലൈസേഷൻ. അതാണ് പോളൻ ഗ്രെയിൻസിനെ റിസീവ് ചെയ്യുന്നത് അല്ലേ? അതുപോലെ തന്നെ ഒവ്യൂൾസും എവിടെയായിട്ടാണുള്ളത്? ഈ ഫീമെയിൽ പാർട്ടായിട്ടുള്ള പിസ്റ്റിലാണുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഒരു ചെടിയുടെ ഫ്ലവറിൻ്റെ ഒരു ചിത്രം NCERT കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് കാണാം മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും മനസ്സിലാക്കാം. മെയിൽ പാർട്ട്, ചെടിയുടെ മെയിൽ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റെയ്മൻ എന്നാണ്. സ്റ്റെയ്മൻ എങ്ങനെ ഓർത്ത് വെക്കുക? മെൻ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെന്നാണ് അർത്ഥം. മെയിൽ പാർട്ടിനെ വിളിക്കുന്നത് സ്റ്റെയ്മൻ എന്നാണ്. ഫീമെയിൽ പാർട്ടിനെ നമ്മൾ എന്ത് വിളിച്ചു? ഫീമെയിൽ പാർട്ടിന് 2 പേരുകളുണ്ട്. ഒന്നുകിൽ പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ. ഈ സ്റ്റെയ്മൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെയ്മന് 2 ഭാഗങ്ങൾ കാണാൻ പറ്റും. ഒന്ന് നീണ്ടു നിൽക്കുന്ന ഈ ഒരു പോർഷനാണ്,
അടുത്തത് മറ്റൊരു പോർഷനാണ്. ഈ നീണ്ടു നിൽക്കുന്ന പോർഷനെയാണ് അതിൻ്റെ ഫിലമെൻ്റ് എന്ന് നമ്മൾ വിളിക്കുക. ഫിലമെൻ്റ് എന്ന് വിളിക്കും. സ്റ്റേമൻ്റെ ഫിലമെൻ്റാണിത്. ഈ അറ്റത്ത് കാണുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അതിൻ്റെ ആന്തർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റേമൻ ഈസ് ഈക്വൽ ടു ഫിലമെൻ്റ് പ്ലസ് ആന്തർ. ഈ ആന്തറിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും എന്നറിയോ? പോളൻ ഗ്രെയിൻസ് കാണാൻ പറ്റും. പോളൻ ഗ്രെയിൻസ്. ഈ പോളൻ ഗ്രെയിൻസിൻ്റെ ഉള്ളിലായിട്ടാണ് എന്തുള്ളത്? മെയിൽ ഗ്യാമേറ്റ് അല്ലെങ്കിൽ മെയിൽ ജേം സെൽ ഉള്ളത്. ഓക്കെ. ഇനി പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ, അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിന് 3 ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? അറ്റത്തുള്ള ഭാഗത്തെ സ്റ്റിഗ്മ എന്ന് വിളിക്കും, നീണ്ട പോർഷനെ സ്റ്റൈൽ എന്ന് വിളിക്കും, അറ്റത്തുള്ള പോർഷനെ, ഈ ഒരു ഭാഗത്തുള്ള പോർഷനെ നമ്മൾ ഓവറി എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് സ്റ്റേമനും ഉണ്ട്, പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പലുമുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഈ ഒരു ഫ്ലവറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ചെമ്പരത്തിയുടെ ഒക്കെ ഈ ബഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പച്ച കളറിലുള്ള ഈ ഭാഗത്തെയാണ് നമ്മൾ സെപ്പൽ എന്ന് വിളിക്കുന്നത്. സെപ്പൽ എന്ന് വിളിക്കും. ആ ഫ്ലവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ഈ ഫ്ലവറിനെ താങ്ങി നിർത്തുന്ന ഭാഗമാണ് സെപ്പൽ എന്ന് പറയുന്നത്. ഇനി ഈ വണ്ടുകളെയും അതുപോലെ തന്നെ പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ജീവികളൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന കളർഫുള്ളായിട്ടുള്ള ദളങ്ങൾ, പെറ്റൽസ് എന്ന് പറയും. പെറ്റൽ എന്ന് പറയുന്ന ഭാഗം, പെറ്റൽ, ഇതൊക്കെ നമുക്ക് ചെടിയിൽ കാണാൻ പറ്റും. പെറ്റൽ എന്ന് പറയുന്ന ഈ കളർഫുള്ളായിട്ടുള്ള ഈ ചെടിയുടെ ഈ ഒരു ദളങ്ങളാണ് പെറ്റൽ. ഇതിനെ താങ്ങി നിർത്തുന്ന ആരാണ്? സെപ്പൽ. സെപ്പൽ. താഴെ സെപ്പൽ. ചപ്പൽ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ചപ്പൽ നമ്മളെ കാലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഫ്ലവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്തുണ്ട്? സെപ്പൽ എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം. Which of the following terms is used to describe the ability of a plant to recover its lost part by growth? അതായത് ഒരു ചെടിയിൽ നിന്ന് ഒരു ഭാഗം നശിച്ചു പോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു ഭാഗം പിന്നെയും ഗ്രോ ചെയ്ത് ഇനീഷ്യലായിട്ട് ഉള്ള ആ ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ഇതിനെ വിളിക്കുന്ന പേരാണ് റീജനറേഷൻ എന്ന് വിളിക്കും. റീജനറേഷൻ. ഓക്കെ. റീജനറേഷൻ. റീജനറേഷൻ. പിന്നെയും ജനറേറ്റ് ചെയ്യുകയാണ്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് റീജനറേഷൻ എന്നാണ്. അടുത്ത ചോദ്യം. വാട്ട് ഹാപ്പൻസ് റൈറ്റ് ആഫ്റ്റർ ഫോർമേഷൻ ആൻഡ് മെച്ചുറേഷൻ ഓഫ് സീഡ്? സീഡ് ഉണ്ടായി, ഫെർട്ടിലൈസേഷൻ്റെ ഫലമായിട്ട് വിത്ത് ഉണ്ടായി. വിത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ചെടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ? വിത്തിനെ പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സീഡ് ഡിസ്പേഴ്സൽ എന്ന് വിളിക്കും. കാറ്റിലൂടെ അല്ലെങ്കിൽ ഇൻസെക്റ്റുകളിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ, അങ്ങനെ ഇതിനൊക്കെ നമ്മൾ എന്ത് പറയും? ഈ പറഞ്ഞ സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്ന ഏജൻസ് എന്ന് പറയും. സീഡ് ഡിസ്പേഴ്സൽ. സീഡ് ഡിസ്പേഴ്സൽ. സീഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സീഡ് ഡിസ്പേഴ്സൽ ആണ്. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻ ഏജൻറ്റ് ഓഫ് ക്രോസ് പോളിനേഷൻ? പോളിനേഷനെ സഹായിക്കാത്ത ഏജൻറ്റ് കൂട്ടത്തിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ലൈറ്റ് ആണ് അല്ലേ? ഓപ്ഷൻ സി പ്രകാശം. ആനിമൽസിലൂടെയും വാട്ടറിലൂടെയും വിൻഡിലൂടെയും ഒക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പറഞ്ഞ ക്രോസ് പോളിനേഷന് അവരൊക്കെ സഹായിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? അടുത്തത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം കോൺസെപ്റ്റാണ്. പ്ലാന്റ്സ് ഗ്രോൺ ദിസ് വേ ടേക്ക് ലോങ്ങർ ടു ബിയർ. ലോങ്ങർ അല്ല ഏർലിയർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇറ്റ് അലൗസ് പ്രൊപ്പഗേഷൻ ഓഫ് സീഡ്ലെസ് പ്ലാന്റ്സ് സച്ച് ആസ് ബനാന. ഓർമ്മയല്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, അഡ്വാൻറ്റേജ് ആണ്. ഇറ്റ് റിക്വയർസ് ക്രോസ് പോളിനേഷൻ. ക്രോസ് പോളിനേഷൻ ഒന്നും അവിടെ ആവശ്യമില്ല. ഓൾ ന്യൂ പ്ലാന്റ്സ് ആർ ജെനറ്റിക്കലി ഡിഫറെൻ്റ് അല്ല, ജെനറ്റിക്കലി സെയിം ആണ്. അപ്പോൾ നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ് NCERT സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഡയറക്റ്റ് വന്നതാണ്. ഓപ്ഷൻ ബി. ഓക്കെ. ഒരിക്കൽ കൂടി ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ കാണിക്കാം. ഇവിടെ പറയുന്നുണ്ട് സച്ച് മെത്തേഡ്സ് ഓൾസോ മേക്ക് പോസിബിൾ ഓഫ് ദ പ്രൊപ്പഗേഷൻ ഓഫ് പ്ലാന്റ്സ് സച്ച് ആസ് ബനാന, ഓറഞ്ച്, റോസ്, ജാസ്മിൻ. ഇപ്പോൾ ബനാനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി എക്സാമിന് ഓറഞ്ച്, റോസ്, ജാസ്മിൻ ഇതൊക്കെ മേ ബി ക്വസ്റ്റ്യനായിട്ട് എക്സാമിനർ സെറ്റ് ചെയ്യാം. അടുത്ത ചോദ്യം. ഫ്രം ദ ഗിവൺ ആൾട്ടർനേറ്റീവ്സ് വിച്ച് മെത്തേഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ് ഫ്രം ദ ബ്രോക്കൺ പോർഷൻ ഓഫ് ദ പ്ലാന്റ് പാർട്ട്? ഒരു പ്ലാന്റ് പാർട്ട് മുറിഞ്ഞു പോയിട്ടുണ്ട്, അതിൽ നിന്നാണ് പുതിയ ഒരു ഫോർമേഷൻ, പുതിയൊരു പ്ലാന്റ് ഉണ്ടാവുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രാഗ്മെൻറ്റേഷൻ. Simple reproductive method can still work. Spirogyra, for example, simply breaks up into small pieces upon maturation. These pieces or fragments grow into new individual. Spirogyra പോലെയുള്ള ചെടികളിൽ സംഭവിക്കുന്നത് എന്താണ്? ഇങ്ങനെ
പീസായിട്ട് അത് മുറിഞ്ഞു പോകും. ആ പുതിയ പീസുകൾ എന്താവും? പുതിയ ചെടികളായിട്ട് മാറും. ഫ്രാഗ്മെൻറ്റുകൾ പുതിയ ചെടികളായിട്ട് മാറും. അപ്പോൾ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് വിളിക്കും. ഫ്രാഗ്മെൻറ്റേഷൻ. ഓപ്ഷൻ എ, സോറി ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ സി അല്ലേ, ഫ്രാഗ്മെൻറ്റേഷൻ. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിങ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? സെക്ഷൽ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? നോട്ട് കറക്റ്റ് എന്നാണ്. പോളൻ ഗ്രെയിൻ ഡയറക്ട്ലി ട്രാവൽസ് ഇൻ ടു ദ ഓവറി. പോളൻ ഗ്രെയിൻസ് അങ്ങനെയാണോ ട്രാവൽ ചെയ്യുന്നത്? സ്റ്റിഗ്മയിൽ എത്തിക്കഴിഞ്ഞാൽ, പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പോളൻ ട്യൂബ് ഉണ്ടാക്കും. ആ പോളൻ ട്യൂബിലൂടെയാണ് ഓവറിയിലേക്ക് പോളൻ ഗ്രെയിൻസിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് എത്തുന്നത്. ഇപ്പോൾ ഡയറക്ട്ലി ട്രാവൽ അല്ല അല്ലേ, തെറ്റാണ്. ഫീമെയിൽ ജേം സെൽസ് ആർ പ്രസൻറ്റ് ഇൻ ഓവറി, ശരിയാണ്. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഫ്രം വൺ ഫ്ലവർ ടു അനദർ ഈസ് അച്ചീവ്ഡ് ബൈ ഡിഫറെൻറ്റ് ഏജൻസ്, അതായത് ഇൻസെക്റ്റുകളും വിൻഡൊക്കെയാണ് സഹായിക്കുന്നത്. പോളൻ നീഡ്സ് ടു ബി ട്രാൻസ്ഫേർഡ് ഫ്രം സ്റ്റെയ്മൻ ടു സ്റ്റിഗ്മ. മെയിലിൽ നിന്നാണ് ഫീമെയിലേക്ക് എത്തേണ്ടത് പോളൻ ഗ്രെയിൻസ്, ശരിയാണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ് ഈസ് യൂണിസെക്ഷൽ? യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ ഒരു ചെടിയിലെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്, ആ ഫ്ലവറിൽ മെയിൽ പാർട്ട് എന്ന് പറയുന്നത് വേറെയാണ്, ഫീമെയിൽ പാർട്ട് എന്ന് പറയുന്നത് വേറെയാണെങ്കിൽ, ഈ രണ്ട് സെക്സുകളും സെപ്പറേറ്റ് ആണെങ്കിൽ, സെക്സ് സെപ്പറേറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ യൂണിസെക്ഷൽ എന്ന് പറയും. യൂണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്ന് എന്നാണ്. അപ്പോൾ സെപ്പറേറ്റ് ആണെങ്കിൽ യൂണിസെക്ഷൽ. ഒരു ഫ്ലവറിൽ തന്നെ, അതായത് ചെമ്പരത്തി പോലെയുള്ള ചെടികളിൽ ഒരു ഫ്ലവറിൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും? മെയിൽ പാർട്ടും കാണാൻ പറ്റും, അതുപോലെ തന്നെ ഫീമെയിൽ പാർട്ടും കാണാൻ സാധിക്കും. രണ്ട് ഭാഗങ്ങളും, അതായത് ഫീമെയിൽ പാർട്ടും മെയിലും ഒരു ഫ്ലവറിൽ തന്നെ കാണുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബൈസെക്ഷൽ എന്ന് പറയും. അപ്പോൾ യൂണിസെക്ഷലിനും ബൈസെക്ഷലിനും രണ്ട് വീതം എക്സാമ്പിൾസ് ആണ് NCERT കൊടുത്തിരിക്കുന്നത്. അതൊന്ന് നോക്കാം. ദ ഫ്ലവർ മേ ബി യൂണിസെക്ഷൽ. രണ്ട് എക്സാമ്പിൾ വെച്ചിട്ട് NCERT ചോദ്യം സെറ്റ് ചെയ്യുള്ളൂ, എക്സാമിനർ ഇനി ചോദ്യം സെറ്റ് ചെയ്യുള്ളൂ. യൂണിസെക്ഷലിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? യൂണിസെക്ഷലിൻ്റെ എക്സാമ്പിൾ പപ്പായ, അതുപോലെ തന്നെ വാട്ടർമെലൺ. പപ്പായ, വാട്ടർമെലൺ. ബൈസെക്ഷലിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഹിബിസ്കസ്, ചെമ്പരത്തി, അതുപോലെ തന്നെ മസ്റ്റാർഡ്. ഹിബിസ്കസ്, മസ്റ്റാർഡ്. ഇത് രണ്ടുമാണ് ബൈസെക്ഷലിൻ്റെ എക്സാമ്പിൾ, ഹിബിസ്കസ് ആൻഡ് മസ്റ്റാർഡ്. ഓക്കെ, സോ എങ്ങനെ ഓർത്തിരിക്കാം? പപ്പായ, വാട്ടർമെലൻ, യൂണി. പപ്പായ, വാട്ടർമെലൻ, യൂണി. PW, യൂണി, PW എന്ന് ഓർത്തിരിക്കുക. യൂണി, PW. യൂണിസെക്ഷൽ, പപ്പായ, വാട്ടർമെലൺ. ബൈസെക്ഷൽ ആണെങ്കിൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഹിബിസ്കസ്, ഇവിടെ ഒരു US ഉണ്ട് അല്ലേ, ഹിബിസ്കസ് US. അതുപോലെ തന്നെ മസ്റ്റാർഡ്, ഇവിടെയും ഒരു US ഉണ്ട്. US എന്ന് പറയുമ്പോൾ നമുക്ക് അമേരിക്ക ഓർമ്മ വരും. അമേരിക്ക എന്ന് പറയുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് മറ്റുള്ള രാജ്യങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന രാജ്യമാണ് അല്ലേ. ഭയങ്കരമായിട്ട് കൊമേഴ്ഷ്യലി ഒക്കെ ബിസിനസ്സൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. സാധനങ്ങൾ വാങ്ങിക്കും. ബൈ എന്ന് ഓർത്ത് വെക്കുക, ബൈ. ഓക്കെ, അപ്പോൾ US വരുന്നത് എന്താണ്? ബൈസെക്ഷലാണ്. പപ്പായ, വാട്ടർമെലൻ, യൂണിസെക്ഷൽ. ബൈസെക്ഷലിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഹിബിസ്കസ്, മസ്റ്റാർഡ്. യൂണിസെക്ഷൽ, പപ്പായ, വാട്ടർമെലൻ. ഓർത്ത് വെക്കുക. അപ്പോൾ യൂണിസെക്ഷലിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? PW, പപ്പായ, വാട്ടർമെലൻ. നമ്മുടെ ഓപ്ഷനിൽ എന്തുണ്ട്? പപ്പായ ഉണ്ട്. ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം. ഈ ചൈന റോസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ ഈ ഒരു ഹിബിസ്കസ് തന്നെയാണ്. ശരി, അടുത്ത ചോദ്യം, ഫ്രം ദ ഗിവൺ ആൾട്ടർനേറ്റീവ്സ് വിച്ച് പാർട്ട് ഓഫ് ദ ഫ്ലവർ ഫൈനലി ചേഞ്ചസ് ഇൻ ടു ഫ്രൂട്ട് ഇൻ ദ ഫ്ലവറിംഗ് പ്ലാന്റ്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സംഭവിച്ചാൽ, ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഒന്നായി മാറുന്നതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഓവറി എന്ന് പറയുന്ന ഭാഗം ഫ്രൂട്ടായിട്ട് മാറും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, ഓവറി ഫ്രൂട്ടായിട്ട് മാറും. അപ്പോൾ ഒവ്യൂൾ എന്ന് പറയുന്ന ഭാഗം എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും. ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഓവറി ഫ്രൂട്ടാവും, ഒവ്യൂള് സീഡാവും. ഫെർട്ടിലൈസേഷന് ശേഷം ഓവറി ഫ്രൂട്ടാവും, ഒവ്യൂള് സീഡാവും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് പാർട്ട് ഓഫ് ദ ഫ്ലവർ ഫൈനലി ചേഞ്ചസ് ഇൻ ടു ഫ്രൂട്ട്? ഫ്രൂട്ടായിട്ട് മാറുന്ന ഏതാണ്? ഓവറിയാണ്. ഓപ്ഷൻ എ. സോ NCERT ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഒവ്യൂൾ ഡെവലപ്സ് ഇൻ ടു സീഡ് വൈൽ ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്. മീൻ വൈൽ പെറ്റൽ, സെപ്പൽ, സ്റ്റാമൻ, സ്റ്റൈൽ
അതായത് ഈ പറഞ്ഞ ചെടിയുടെ മറ്റു ഭാഗങ്ങളുണ്ടല്ലോ, പെറ്റൽ, സെപ്പൽ, സ്റ്റാമൻ, സ്റ്റൈൽ, അതൊക്കെ എന്തായി പോവും, ഉണങ്ങി താഴോട്ടേക്ക് വീണു പോകും ഫെർട്ടിലൈസേഷന് ശേഷം. ഓക്കെ, അവിടെ നടക്കുന്ന പ്രോസസ്സാണത്. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ സീഡ് കണ്ടെയ്ൻ ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് ന്യൂ പ്ലാന്റ്? ഈ സീഡിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? എംബ്രിയോ, ഭ്രൂണം എന്ന് പറയുന്ന ഭാഗം ഉണ്ടാവും, എംബ്രിയോ. ഈ എംബ്രിയോ ആണ് പുതിയൊരു ചെടിയായിട്ട് മാറുന്നത്. അപ്പോൾ സീഡിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് കാണാം? എംബ്രിയോ കാണാനായിട്ട് പറ്റും. ഈ എംബ്രിയോ ആണ് പുതിയ ഒരു ചെടിയായിട്ട് മാറുന്നത്. ഓപ്ഷൻ ബി. ഓക്കെ. വിച്ച് ഫീച്ചർ ഓഫ് സ്പൈറോഗൈറ അലോസ് ഫ്രാഗ്മെൻറ്റേഷൻ ടു ബി സക്സസ്ഫുൾ? സ്പൈറോഗൈറയുടെ എന്ത് ഫീച്ചറാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്നുള്ള അതിൻ്റെ റീപ്രൊഡക്ഷൻ രീതിക്ക് സഹായിക്കുന്നത്? അപ്പോൾ സ്പൈറോഗൈറയുടെ ചിത്രം നമുക്ക് നോക്കാം. സ്പൈറോഗൈറ സിമ്പിളായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള ഫിലമെൻ്റ് പോലെയുള്ള ഒരു ബോഡിയാണ് അയാൾക്കുള്ളത്, ഒരു സ്ട്രക്ചറാണ് അയാൾക്കുള്ളത്. ആ ഫിലമെൻറ്റുകൾ ഇങ്ങനെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ, ഫ്രാഗ്മെൻ്റ് ആയി കഴിഞ്ഞാൽ, ഓരോ ഫ്രാഗ്മെൻറ്റിനും പുതിയ ഫ്രാഗ്മെൻ്റായിട്ട്, പുതിയ ചെടിയായിട്ട്, സ്പൈറോഗൈറയായിട്ട് മാറാൻ പറ്റും. അപ്പോൾ ഈ ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷനെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഫ്രാഗ്മെൻറ്റേഷൻ കാണിക്കുന്ന ആരാണ്? സ്പൈറോഗൈറയാണ്. അതിനെ സഹായിക്കുന്നത് അയാളുടെ സിമ്പിൾ ഫിലമെൻറ്റസ് ബോഡിയാണ്. ഓപ്ഷൻ എ, സിമ്പിൾ ഫിലമെൻറ്റസ് ബോഡി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിഫൈൻസ് ക്രോസ് പോളിനേഷൻ? ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചെടിയിലെ ഒരു ഫ്ലവറിൽ നിന്ന് അതിൻ്റെ പോളൻ ഗ്രെയിൻസ് മറ്റൊരു ചെടിയുടെ ഫ്ലവറിൻ്റെ ഫീമെയിൽ പാർട്ടിലേക്ക് ചെന്ന് പതിക്കുന്ന ഈ ഒരു പോളിനേഷനെയാണ് നമ്മൾ ക്രോസ് പോളിനേഷൻ എന്ന് പറയാം. ക്രോസ് പോളിനേഷൻ. ഇനി സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഒരു ചെടിയിൽ തന്നെ എന്തുണ്ട്? ഒരു ഫ്ലവറിൽ മെയിൽ പാർട്ടും ഉണ്ട്, ഫീമെയിൽ പാർട്ടും ഉണ്ട്. അപ്പോൾ ഈ ഫ്ലവറിൽ തന്നെ ഇതിൻ്റെ മെയിൽ പാർട്ടിലുള്ള പോളൻ ഗ്രെയിൻസ് ഫീമെയിൽ പാർട്ടിൽ വന്ന് വീഴാം. അപ്പോൾ അത് സെൽഫ് പോളിനേഷനാണ്. ഇനി ഇതേ ചെടിയിൽ തന്നെ മെയിൽ ഫ്ലവർ ഡിഫറൻ്റ് ആയിട്ടുണ്ടാവും, ഫീമെയിൽ ഫ്ലവർ ഡിഫറൻ്റ് ആയിട്ടുണ്ടാവും. ഈ മെയിലിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് ഈ ഒരു ഫീമെയിലേക്ക് വന്ന് വീഴാം. ഇതും എന്ത് തന്നെയാണ്? സെൽഫ് പോളിനേഷനാണ്. ഒരേ ചെടിയിൽ സംഭവിക്കുകയാണെങ്കിൽ സെൽഫ് പോളിനേഷൻ, രണ്ട് വ്യത്യസ്ത ചെടികളിൽ സംഭവിക്കുകയാണെങ്കിൽ അത് ക്രോസ് പോളിനേഷൻ. ഇപ്പോൾ ഉത്തരം എന്താ? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഫ്രം വൺ പ്ലാന്റ് ടു എ നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഫ്രം ആന്തർ ഓഫ് വൺ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഫോർ ഫെർട്ടിലൈസേഷൻ പോളൻ ഗ്രെയിൻ ഷുഡ് ലാൻഡ് ഓൺ വിച്ച് സ്യൂട്ടബിൾ പാർട്ട്? ഫെർട്ടിലൈസേഷൻ സംഭവിക്കണമെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഫീമെയിൽ പാർട്ടായിട്ടുള്ള പിസ്റ്റിലിൻ്റെ ഇവിടെ വന്ന് വീഴണം, സ്റ്റിഗ്മയിൽ വന്ന് വീഴണം. ഓപ്ഷൻ ബി, സ്റ്റിഗ്മയിൽ വന്ന് വീഴണം. ഓപ്ഷൻ ബി. ഓക്കെ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ്സ് ക്യാൻ ഹാവ് ബഡ്സ് അലോങ് ദ മാർജിൻസ് ഓഫ് ലീവ്സ്? ഒരിക്കൽ നമ്മൾ ഈ കോൺസെപ്റ്റ് പ്രകാരം ചോദ്യം ചെയ്തു. എവിടെയാണ്? ബ്രയോഫില്ലം. അടുത്ത ചോദ്യം, ദ തലാമസ് ഇൻ ഫ്ലവർ പെർഫോംസ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? തലാമസ് എന്ന് പറയുന്ന ഭാഗം എന്താ ചെയ്യുന്നത്? ഇറ്റ് സപ്പോർട്ട് ഫ്ലവർ പാർട്സ് ആൻഡ് ക്യാൻ ബിക്കം പാർട്ട് ഓഫ് ദ ഫ്രൂട്ട്. അത് ഫ്ലവർ പാർട്ടിനെ സപ്പോർട്ട് ചെയ്യും, ചിലപ്പോൾ പഴത്തിൻ്റെ ഭാഗമായിട്ടും ഈ തലാമസ് മാറും. ഓർത്ത് വെക്കുക. ഓപ്ഷൻ ഡി. ഹൗ ഡസ് എ പോളിനേഷൻ കോൺട്രിബ്യൂട്ട് ടു സീഡ് ഫോർമേഷൻ ഇൻ പ്ലാന്റ്സ്? പോളിനേഷൻ എങ്ങനെയാണ് സഹായിക്കുന്നത്? പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബൈ ട്രാൻസ്ഫറിങ് പോളൻ ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ എനേബിളിങ് ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? പോളൻ ഗ്രെയിൻസ് അത് മെയിൽ പാർട്ടിൽ നിന്ന് ഫീമെയിൽ പാർട്ടിലേക്ക് എത്തുന്നത് കൊണ്ടാണ്. അങ്ങനെയാണ് പോളിനേഷൻ എന്നുള്ള പ്രോസസ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്? ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ the zygote divides several times to form embryo within ovule. ഒവ്യൂളിലായിരുന്നു എന്തുള്ളത്? ഫീമെയിൽ ഗ്യാമേറ്റ് ഉള്ളത്. അങ്ങോട്ടേക്ക് മെയിൽ ഗ്യാമേറ്റ് വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ അതൊരു സിംഗിൾ സെല്ലായിട്ട് മാറും. അതിനെയാണ് നമ്മൾ സൈഗോട്ട് എന്ന് പറയാം. അപ്പോൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നതാണ് ഇവരുടെ കൂട്ടിമുട്ടൽ അല്ലെങ്കിൽ കണ്ടുമുട്ടൽ. ഫെർട്ടിലൈസേഷന് ശേഷം അത് സൈഗോട്ടാകും. ഈ സൈഗോട്ടിന് ഒരുപാട് സെൽ ഡിവിഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എംബ്രിയോ എന്ന് പറയാം. ഇതൊക്കെ എവിടെയാണ് സംഭവിക്കുന്നത്? ഒവ്യൂളിനാണ് സംഭവിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എ എന്താണ്? കറക്റ്റാണ്. സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും. സ്റ്റേറ്റ്മെൻറ്റ് ബി, ദ ഒവ്യൂൾ ഡെവലപ്പ് എ ടഫ് കോട്ട് ആൻഡ് ഈസ് ഗ്രാജുവലി കൺവേർട്ട് ഇൻ ടു സീഡ്.
ഒവിയോൾ പതുക്കെ ഒരു ടഫായിട്ടുള്ള കോട്ടിംഗ് ആയിട്ട് മാറും. അതാണ് അതിൻ്റെ ഉള്ളിലുള്ള എംബ്രിയോനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? സീഡ് എന്ന് വിളിക്കും. സ്റ്റേറ്റ്മെൻറ്റ് ബിയും എന്താണ്? കറക്റ്റാണ്. സോ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് പറയുന്നത്? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് എ ആൻഡ് ബി, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ദ ഒവിയോൾ ഹെൽപ്സ് ഇൻ ഗൈഡിങ് പോളൻ ട്യൂബ് ടുവാർഡ്സ് ഫീമെയിൽ ഗാമേറ്റ്? ഒരു ഫ്ലവറിൻ്റെ ഏത് പാർട്ടാണ്? ഇത് കുറച്ച് അഡ്വാൻസ് ലെവലിലേക്ക് കടന്നിട്ടുണ്ട്. +2 +1 +2 ടെക്സ്റ്റ് ബുക്കിലെ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടു എന്ന ചോദ്യമാണ്. ഓപ്ഷൻ ബി എന്ന് ഓർത്തിരിക്കുക. സിനർഗിഡ്സ് എന്ന് പറയുന്ന ഭാഗമാണ് ഈ പോളൻ ഗ്രെയിൻസിനെ എങ്ങോട്ടേക്ക്, പോളൻ ട്യൂബിനെ എങ്ങോട്ടേക്ക് നയിക്കുന്നത്? ഫീമെയിൽ ഗാമേറ്റിൻ്റെ അടുത്തേക്ക് നയിക്കുന്നത്. അടുത്ത ചോദ്യം, ഇൻ പ്ലാന്റ്സ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ്സ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒറ്റ പാരൻ്റേ ഉണ്ടാവുള്ളൂ. അത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. അസെക്ഷൽ എന്ന് പറയുമ്പോൾ ഓൺലി 1 പാരൻറ്റ്. സെക്ഷൽ എന്ന് പറയുമ്പോൾ അതേസമയം എത്ര പാരൻ്റ് ഉണ്ടാവും? 2 പാരൻ്റ് ഉണ്ടാവും. ഒരാൾ മെയിലായിരിക്കും, ഒരാൾ ഫീമെയിലായിരിക്കും. അസെക്ഷലിൽ 1 പാരൻറ്റ്, സെക്ഷലിൽ 2 പാരൻറ്റ്, മെയിൽ ആൻഡ് ഫീമെയിൽ. സോ ഇൻ പ്ലാന്റ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് ഓൺലി 1 പാരൻ്റ് ഓർഗാനിസം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? റൂട്ട് സ്റ്റെം ലീവ്സ് ഡെവലപ്പ് ഇൻ ടു ന്യൂ പ്ലാന്റ്സ് അണ്ടർ അപ്രോപ്രിയേറ്റ് കണ്ടീഷൻ. കറക്റ്റാണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ കറക്റ്റ് ഡെഫിനേഷനാണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് യൂസ്ഡ് ഇൻ ഷുഗർ കെയിൻ, റോസസ് ആൻഡ് ഗ്രേപ്സ്. കറക്റ്റാണ് അല്ലേ? NCERT പറയുന്നുണ്ട് ഈ ചെടികൾ. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് എ ആൻഡ് ബി. ഇതാ ഇവിടെ എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു പോയിന്റ്, റോസ്, ജാസ്മിൻ, ബനാന, ഓറഞ്ച്, അതുപോലെ തന്നെ ഷുഗർ കെയിൻ, റോസ്, ഗ്രേപ്പ്, ഇതൊക്കെ NCERT എടുത്തു പറയുന്നുണ്ട്. അതേ ചോദ്യമാണ് വന്നിരിക്കുന്നത് ഗ്രൂപ്പ് ഡി എക്സാമിന്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ബെസ്റ്റ് ഡിസ്ക്രൈബ് എ കമ്പോണൻറ്റ് ഓഫ് ഫ്ലവേഴ്സ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം? സ്റ്റേമൻ. സ്റ്റേമൻ എന്താണ്? മെയിൽ പാർട്ടാണ്. കണ്ടെയ്ൻ ആന്തർ ആൻഡ് ഫിലമെൻ. കറക്റ്റാണ്. പിസ്റ്റിൽ ഫംഗ്ഷൻ. പിസ്റ്റിൽ മെയിൽ അല്ല, ഫീമെയിൽ പാർട്ടാണ് അല്ലേ? ഓവർ ഈസ് ലൊക്കേറ്റഡ് ഇൻ സ്റ്റാമൻ. അതെങ്ങനെയാണ്? പോളൻ ഈസ് ക്രിയേറ്റഡ് ഇൻ ഓവിയോൾ. പോളൻ എവിടെയാണ് ഉണ്ടാകുന്നത്? ആന്തറിലാണ് ഉണ്ടാകുന്നത്, മെയിൽ പാർട്ടിലാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എ മാത്രമേ കറക്റ്റ് ഉള്ളൂ. എ ഈസ് ദ കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ദ സ്റ്റിഗ്മ ഇൻ ദ ഹിബിസ്കസ് ഫ്ലവർ? സ്റ്റിഗ്മയുടെ ഫംഗ്ഷൻ എന്താണ്? അല്ലാത്തത് എന്താണ്? പ്രൊഡ്യൂസിങ് മെയിൽ ജെം സെൽ, റിസീവിങ് പോളൻ ഗ്രെയിൻസ്, പ്രൊവൈഡിങ് എ സ്റ്റിക്കി സർഫസ്, ഫെസിലിറ്റേറ്റിംഗ് പോളൻ ട്യൂബ് ഗ്രോത്ത്. BCD ഓപ്ഷൻസ് കറക്റ്റാണ്. ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ എ, പ്രൊഡ്യൂസിങ് മെയിൽ ജെം സെൽ. മെയിൽ ജെം സെൽ ഉണ്ടാക്കുന്ന ആരാണ്? അഥവാ ആന്തറിലുള്ള പോളൻ ഗ്രെയിൻസിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? മെയിൽ ജെം സെൽസ് ഉണ്ടാവുക. ആന്തറിലുള്ള പോളൻ ഗ്രെയിൻസിലാണ് മെയിൽ ജെം സെൽ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക്ക് ഈസ് യൂസ്ഡ് ഫോർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ടിങ് അല്ലെങ്കിൽ ലെയറിങ്, ഗ്രാഫ്റ്റിംഗ് ആയിട്ടുള്ള പ്രോസസ്സ്, അതൊക്കെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ്. ഓപ്ഷൻ എ. ഫെർട്ടിലൈസേഷൻ, പോളിനേഷൻ, സീഡ് ഡിസ്പേഴ്സൽ, ഇതൊക്കെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. വാട്ട് ഈസ് ദ ഇമ്മീഡിയറ്റ് റിസൾട്ട് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ജെം സെൽ? ഫ്യൂഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, മെയിൽ ആൻഡ് ഫീമെയിലിൻ്റെ ഫ്യൂഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്നത് എന്താണ്? സൈഗോട്ടാണ്. ആ സൈഗോട്ടാണ് പിന്നീട് സെൽ ഡിവിഷൻ സംഭവിച്ച് എംബ്രിയോ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ്റെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സൈഗോട്ടാണ്. സൈഗോട്ട്, ഓപ്ഷൻ സി. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ ഇൻ പ്ലാന്റ്? പ്ലാന്റ്സിൽ ഈ സീഡ് ഡിസ്പേഴ്സൽ ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ടോ? ഇറ്റ് ഇനേബിൾസ് പ്ലാന്റ്സ് ടു എക്സ്പാൻഡ് ദെയർ ഡിസ്ട്രിബ്യൂഷൻ. പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി അവർ പുതിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കും. അതുകൊണ്ടാണ് സീഡ് ഡിസ്പേഴ്സൽ അവർക്ക് ബെനിഫിറ്റായിട്ട് മാറുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ് സീഡ് ഈസ് ഡിസ്പേഴ്സ് ബൈ ബേസ്റ്റിംഗ്? ഈ ഫ്രൂട്ട് പൊട്ടിത്തെറിച്ച് സീഡ് ഡിസ്പേഴ്സ് ആവുന്ന ഒരു ചെടിയാണ്, ഓർത്ത് വെക്കുക, കാസ്റ്റർ. ആവണക്ക് എന്ന് പറയുന്നത് കാസ്റ്റർ. സീഡ് പൊട്ടിത്തെറിച്ച് ഫ്രൂട്ട് പൊട്ടിത്തെറിച്ച് സീഡ് ഡിസ്പേഴ്സ് ആവുന്ന രീതി കാസ്റ്റർ എന്ന് പറയുന്ന ചെടിയാണ് കാണിക്കുന്നത്. കാസ്റ്റർ, ഓപ്ഷൻ ബി. എ ഗാർഡനർ വാണ്ട്സ് ടു ഗ്രോ സ്ട്രോങ്ങർ പ്ലാന്റ്സ് വിത്ത് ബെറ്റർ ഫ്രൂട്ട്. പുതിയ ബെറ്റർ ആയിട്ടുള്ള ഫ്രൂട്ട് ഉണ്ടാവണം. വിച്ച് പോളിനേഷൻ മെത്തേഡ് ഷുഡ് ദേ എൻകറേജ്? അതായത് അവിടെ ഒരു വേരിയേഷൻ വേണമെങ്കിൽ 2 വ്യത്യസ്ത ചെടികളുടെ ക്യാരക്ടേഴ്സ് കമ്പൈൻ ചെയ്യണം. 2 വ്യത്യസ്ത ചെടികളുടെ ക്യാരക്ടേഴ്സ് കമ്പൈൻ ചെയ്യണമെങ്കിൽ ആ ഒരു പോളിനേഷനെയാണ് നമ്മൾ ക്രോസ് പോളിനേഷൻ എന്ന് പറയുക. ക്രോസ് പോളിനേഷൻ. അപ്പോൾ ക്രോസ് പോളിനേഷൻ അവിടെ സംഭവിക്കണം. ഓപ്ഷൻ സി.
ഓപ്ഷൻ സി, ക്രോസ് പോളിനേഷൻ സംഭവിക്കണം. അടുത്ത ചോദ്യം, ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ വെൻ അതർ പാർട്സ് ഓഫ് ദ ഫ്ലവർ ഫോൾ ഓഫ് ദ ഓവറി ഗ്രോസ് ഇൻ ടു വാട്ട് ഫോം? ഫെർട്ടിലൈസേഷൻ സംഭവിച്ച് ഓവറി എന്തായിട്ട് മാറും? ഫ്രൂട്ടായിട്ട് മാറും. ഒവ്യൂൾ എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓപ്ഷൻ സി, ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്ലാന്റ് പ്രൊഡ്യൂസ് ത്രൂ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? They are genetically identical to the parent. Correct ആണ്. They flower and fruit earlier than seed grown plant. Correct ആണ്. They do not require pollination. Correct ആണ്. They show variation. Variation കാണിക്കില്ല. Genetically similar ആയിരിക്കും പ്ലാന്റുമായിട്ട്. ഓപ്ഷൻ സി ആണ് തെറ്റ്. നോട്ട് എ ടിപ്പിക്കൽ ആണ് ചോദിച്ചിരിക്കുന്നത്. Which of the following spiny seeds with hooks are dispersed by animals by attaching their bodies? അതായത് ഈ സീഡിൽ ചെറിയ ഹുക്ക് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഇത് അതിൻ്റെ ആനിമൽസ് അതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ മേലെ പറ്റിപ്പിടിച്ച് പുതിയ മേച്ചിൽ പുറങ്ങളിലേക്ക് എത്തും. ഏതാണ്? സാന്തിയം എന്ന് പറയുന്ന ചെടിയാണ്. ഓർത്തിരിക്കുക, സാന്തിയം. ഹുക്കുകളുണ്ട്, ആനിമൽസ് വഴിയാണ് ഡിസ്പേഴ്സ് ആവുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം മേ ഹെൽപ്പ് ഇൻ പോളിനേഷൻ? പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണ്? ഹണി ബി ആണ്, തേനീച്ചയാണ്. അമീബ, പാരമീസിയം, യുഗ്ലീന ഇതൊക്കെ ഏകകോശ ജീവികളാണ്. ഇവരെങ്ങനെ സഹായിക്കാനാണ് പോളിനേഷന്? ഹണി ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ദ പ്രോസസ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ ഹെൽപ്സ് ഇൻ കോളനൈസിങ് ന്യൂ ഹാബിറ്റാറ്റ്. പുതിയ മേച്ചിൽപ്പുറങ്ങളിൽ, പുതിയ വാസസ്ഥലങ്ങളിൽ സസ്യങ്ങൾ വ്യാപിക്കുന്നത് സഹായിക്കുന്നത് ഏതാണ്? സീഡ് ഡിസ്പേഴ്സലാണ്. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, വാട്ട് വുഡ് യു കോൾ ദ മിഡിൽ ഇലോങ്ങേറ്റഡ് പാർട്ട് ഓഫ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന് 3 ഭാഗങ്ങളാണ് അല്ലേ? ആദ്യത്തെ ഭാഗം സ്റ്റിഗ്മ. ഈ നീണ്ടു നിൽക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റൈൽ എന്ന് വിളിക്കുന്നത്. സ്റ്റൈൽ. അപ്പം മിഡിൽ ഇലോങ്ങേറ്റഡ് പാർട്ട്, ഓപ്ഷൻ എ, സ്റ്റൈൽ. The phenomenon in which different parts of plant like root, stem and leaves develop into new plants under appropriate condition is called as? അതായത് ഫ്ലവറിൽ നിന്നല്ലാതെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ചെടി ഉണ്ടാകുന്നതെങ്കിൽ അതിനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി. ദ ടൈപ്പ് ഓഫ് പോളിനേഷൻ വേർ പോളൻ ഗ്രെയിൻസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫ്ലവർ ടു അനദർ ഓഫ് ദ സെയിം സ്പീഷീസ് ത്രൂ വിൻഡ്. കാറ്റിലൂടെയാണ് പോളിനേഷൻ സംഭവിക്കുന്നതെങ്കിൽ കാറ്റുമായിട്ട് ബന്ധപ്പെട്ട ടേമിനെ നമ്മൾ അനിമോ എന്നാണ് പറയുക. അനിമോമീറ്റർ എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അനിമോ എന്ന് കാണുന്നുണ്ടെങ്കിൽ കാറ്റുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഇതിനെ അനിമോഫിലി എന്നാണ് വിളിക്കുക. ഓർണിത്തോ എന്ന് പറഞ്ഞാൽ പക്ഷികളിലൂടെയാണ് പോളിനേഷൻ സംഭവിക്കുകയെങ്കിൽ ഓർണിത്തോഫിലി. ഓർണിത്തോളജി എന്ന് പറഞ്ഞാൽ പക്ഷികളെ പറ്റിയുള്ള പഠനം. ഹൈഡ്രോ, വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട, വെള്ളത്തിലൂടെയാണ് പോളിനേഷൻ എങ്കിൽ ഹൈഡ്രോഫിലി. എൻറ്റമോളജി എന്ന് പറഞ്ഞാൽ ഈ ഷഡ്പദങ്ങളെ, ഇൻസെക്റ്റുകളെ പറ്റിയുള്ള പഠനമാണ്. ഇൻസെക്റ്റുകളിലൂടെയാണ് പോളിനേഷൻ സംഭവിക്കുന്നതെങ്കിൽ എൻറ്റമോഫിലി. അപ്പോൾ ഇവിടെ കാറ്റിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അനിമോഫിലി എന്ന് പറയാം. ഓക്കെ, അടുത്ത ചോദ്യം, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്. It is found in both lower and higher plant. It involves male and female flowers. It involves formation of gametes. It occurs rapidly during unfavorable condition. Okay, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഫ് ദ പ്ലാന്റ്സ് എന്നുള്ളതാണ്. ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്കറിയാം ചെടിയുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫ്ലവർ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഫ്ലവർ അല്ലാതെ റൂട്ടിലൂടെ അല്ലെങ്കിൽ സ്റ്റെമ്മിലൂടെ അല്ലെങ്കിൽ ലീഫിലൂടെയൊക്കെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് ഒരുപോലെ തന്നെ നമുക്ക് ചെറിയ ചെടികളിലും ലോവർ പ്ലാന്റ്സിനും വലിയ ചെടികളിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇത് കാണാൻ പറ്റും. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ബോത്ത് ലോവർ ആൻഡ് ഹയർ പ്ലാൻ. അവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇല്ല, ഗാമേറ്റ്സ് ഇല്ല, റാപ്പിഡ്ലി അൺഫേവറബിൾ അല്ല, ഫേവറബിളാണ് നടക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ബോത്ത് ലോവർ ആൻഡ് ഹയർ പ്ലാന്റ്സ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഫീച്ചർ ഓഫ് ഓഫ് സ്പ്രിംഗ് പ്രൊഡ്യൂസ് ഡ്യൂറിങ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ?
ദേ ആർ ജനറ്റിക്കലി ഡൈവേഴ്സ് അല്ല, സിമിലർ ആണ്. ദേ റിക്വയർ ഫെർട്ടിലൈസേഷൻ ടു ഡെവലപ്പ്, ഫെർട്ടിലൈസേഷൻ വേണ്ട. ദേ ആർ ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ, കറക്റ്റാണ്. ദേ ആർ ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ, ഓപ്ഷൻ സി. Which of the following correctly matches a floral part with its primary biological function in reproduction? Pistil, attraction of pollinators. Petals, production of female gametes. Stamens, production of pollen grains. Sepals, development of ovule. Stamen, male part, production of pollen grains. Option C. പിസ്റ്റിൽ അല്ല പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന, എന്താണ് അതിൻ്റെ മനോഹരമായിട്ടുള്ള വർണ്ണശബളമായിട്ടുള്ള പെറ്റൽസ് ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് ഓഫ് ദീസ് പ്രോസസ് ബിഗിൻ ആഫ്റ്റർ പോളൻ ലാൻഡ്സ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ദ ഫ്ലവർ? സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻ വന്ന് കഴിഞ്ഞാൽ, അത് പറ്റിപ്പിടിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ പോളൻ ഗ്രെയിന് ഒരു പോളൻ ട്യൂബ് ഉണ്ടാക്കും. പോളൻ ട്യൂബ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? സ്റ്റൈലിലൂടെ ഓവറിയിലേക്കാണ്. അപ്പോൾ പോളൻ ഗ്രെയിൻസ് വന്നാൽ ഉടനെ ഉണ്ടാകുന്ന പ്രോസസ്സാണ് എ പോളൻ ട്യൂബ് ഗ്രോസ് ത്രൂ സ്റ്റൈൽ ടു റീച്ച് ഓവറി. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഒക്കേഴ്സ് വെൻ എ ഡിറ്റാച്ച്ഡ് ലീഫ് ഓഫ് ബ്രയോഫില്ലം കംസ് ഇൻ ടു കോണ്ടാക്ട്? ബ്രയോഫില്ലം അത് മണ്ണിൽ വീണാൽ എന്ത് ചെയ്യും? മോയ്സ്റ്റ് സോയിൽ വീണാൽ ഇറ്റ് പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ്ലെറ്റ്സ് ഫ്രം നോച്ചസ് ഓൺ ദ ലീഫ് മാർജിൻ. ലീഫിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവരാണ് ബ്രയോഫില്ലം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം. ദ എമേർജൻസ് ഓഫ് എ ന്യൂ പ്ലാന്റ് ഫ്രം എ സീഡ് അണ്ടർ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ ഈ സീഡിൽ നിന്ന് പുതിയ ചെടി മുളയ്ക്കുക എന്നുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ജെർമിനേഷൻ എന്ന് പറയുന്നത്. ജെർമിനേഷൻ. അപ്പോൾ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്താൽ ഇവിടെ NCERT കറക്റ്റ് പറയുന്നുണ്ട്, ദ സീഡ് കണ്ടെയ്ൻസ് എ ഫ്യൂച്ചർ പ്ലാന്റ് ഓർ എംബ്രിയോ വിച്ച് ഡെവലപ്സ് ഇൻ ടു എ സീഡ്ലിംഗ് അണ്ടർ അപ്രോപ്രിയേറ്റ് കണ്ടീഷൻ. ദ പ്രോസസ് ഈസ് നോൺ ആസ് ജെർമിനേഷൻ. ഇപ്പോൾ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്താൽ അതിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് പ്ലിമ്യൂൾ എന്ന് പറയുന്ന ഭാഗമാണ്. പ്ലിമ്യൂളാണ് പിന്നീട് ആ ചെടിയുടെ ഷൂട്ട് എന്നുള്ള ഭാഗം. ഷൂട്ട് എന്ന് പറയുമ്പോൾ സ്റ്റെം, ലീഫൊക്കെ ഉള്ള ഭാഗത്തെയാണ് നമ്മൾ, മേലേക്കുള്ള ഭാഗത്തെയാണ് ഷൂട്ട് എന്ന് പറയുക. ഇനി താഴെയുള്ള ഒരു ഭാഗമുണ്ട്, അതിനെ നമ്മൾ റാഡിക്കിൾ എന്ന് വിളിക്കും. റാഡിക്കിളാണ് പിന്നീട് എന്തായിട്ട് മാറുക? റൂട്ടായിട്ട് മാറുക. അപ്പോൾ ആർ കണക്ഷൻ നോക്കുക. റാഡിക്കിൾ റൂട്ടും പ്ലിമ്യൂള് ഈ സ്റ്റെമ്മ് ലീഫ് പോലെയുള്ള ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് മാറും. ഈ ഒരു എംബ്രിയോയ്ക്ക് ന്യൂട്രീഷൻ കൊടുക്കാനായിട്ട് അവിടെ എന്തുണ്ടാവും? കോട്ടിലിഡൻ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാവും. അപ്പോൾ കോട്ടിലിഡനിലാണ് എന്ത് സ്റ്റോർ ചെയ്യുന്നത്? ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഒക്കർ ബിഫോർ ഫെർട്ടിലൈസേഷൻ ഇൻ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം പ്ലാന്റ്സ്? അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഫ്രൂട്ട് ഫോർമേഷൻ, എംബ്രിയോ ഫോർമേഷൻ, സീഡ് ഡെവലപ്മെൻറ്റ്, അതൊക്കെ ഫെർട്ടിലൈസേഷന് ശേഷം സംഭവിക്കുന്ന പ്രോസസ്സാണ്. ഫെർട്ടിലൈസേഷന് മുമ്പ് എന്ത് സംഭവിക്കണം? പോളിനേഷൻ. ഓപ്ഷൻ എ, പോളിനേഷൻ. അടുത്ത ചോദ്യം. ഇഫ് ദ സ്റ്റേമൻസ് ഓഫ് എ ഫ്ലവർ ആർ നോൺ ഫങ്ഷണൽ വിച്ച് പ്രോസസ് വിൽ നോട്ട് ബി ഡൺ? ഈ സ്റ്റേമൻ എന്ന് പറയുന്ന മെയിൽ പാർട്ടാണ്. മെയിൽ പാർട്ടിലാണ് പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേമൻ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് ചോദ്യത്തിൽ പറയുന്നത്. സ്റ്റേമൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്തുണ്ടാവില്ല? പോളൻ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. വിച്ച് പാർട്ട് ഓഫ് എ ഫ്ലവർ എൻക്ലോസസ് ആൻഡ് ഷീൽഡ് എ ഡെവലപ്പിംഗ് ബഡ്? ഡെവലപ്പിംഗ് ബഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഭാഗത്തെയാണ് നമ്മൾ പറഞ്ഞു ചപ്പൽ, അല്ലേ? അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സെപ്പൽ എന്ന് പറയും. ഓക്കെ. വിച്ച് ഫ്ലവർ പാർട്ട് യൂഷ്വലി ഷ്രിവൽ ആൻഡ് ഫോൾ ഓഫ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷന് ശേഷം ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും പൊഴിഞ്ഞു പോകാറുണ്ട്, അല്ലേ? ഏതൊക്കെയാണ്? പെറ്റൽ, സെപ്പൽ, സ്റ്റാമൻ, സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ. NCERT കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതാ നോക്കിക്കേ സ്റ്റേറ്റ്മെൻറ്റ്. ദ പെറ്റൽ, സെപ്പൽ, സ്റ്റാമൻ, സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ മേ ഷ്രിവൽ ആൻഡ് ഫോൾ ഓഫ്. അതേ വാക്കുകൾ അതേപോലെ തന്നെ ചോദ്യമായിട്ട് വന്നിരിക്കുകയാണ് NCERT. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോഡിഫിക്കേഷൻ ഓഫ് സീഡ് ഹെൽപ്പ് ഇൻ വിൻഡ് ഡിസ്പേഴ്സൽ? വിൻഡ് വഴി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അയാൾക്ക് വിൻഡിലൂടെ ട്രാൻസ്ഫർ ആവണമെങ്കിൽ വിങ് പോലെ, ചിറകുകൾ പോലെ, അല്ലെങ്കിൽ ഹെയർ പോലെയുള്ള, അപ്പൂപ്പൻ താടിയൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ ഹെയർ പോലെയുള്ള സ്ട്രക്ചർ വേണം വിൻഡിലൂടെ പോകണമെങ്കിൽ. ഓപ്ഷൻ സി. വാട്ട് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം വൺ ഫ്ലവർ ടു അനദർ ഫ്ലവർ? അതിനെയാണ് നമ്മൾ ക്രോസ് പോളിനേഷൻ എന്ന് വിളിക്കുക. ഓപ്ഷൻ ഡി, ക്രോസ് പോളിനേഷൻ.
വാട്ട് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് ഇൻവോൾവ് വെൻ ബഡ്സ് ഫ്രം ദ ലീഫ് മാർജിൻ ഓഫ് ബ്രയോഫില്ലം ഡെവലപ്പ് ഇൻ ടു ന്യൂ പ്ലാന്റ്? ബ്രയോഫില്ലം എങ്ങനെയാണ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അല്ലേ? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സ്റ്റെം നോഡിലൂടെ ബഡ്ഡിംഗ് അല്ല, സ്പോറിലൂടെയുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ അത് ഫംഗസുകൾക്കാണ്. റൈസോപ്പസ് പോലെയുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. അസേർഷൻ ആൻഡ് റീസൺ. അസേർഷൻ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഹെൽപ്സ് ഗ്രോ പ്ലാന്റ്സ് ദാറ്റ് ഡു നോട്ട് പ്രൊഡ്യൂസ് സീഡ്. നമ്മൾ പറഞ്ഞു ബനാന പോലെയുള്ള സീഡ് ഇല്ലാത്ത പ്ലാന്റ്സിനെ ഉണ്ടാക്കാനായിട്ട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ സഹായിക്കുന്നുണ്ട്. ഇറ്റ് യൂസസ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് വന്നാൽ അത് അസെക്ഷൽ അല്ല, സെക്ഷൽ ആയിപ്പോയി. അപ്പോൾ റീസൺ തെറ്റാണ്. അസേർഷൻ ഈസ് ട്രൂ, റീസൺ ഈസ് ഫാൾസ്. അസേർഷൻ ഈസ് ട്രൂ, റീസൺ ഈസ് ഫാൾസ്. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷന് ശേഷം എന്താവും? ഓവറി ഫ്രൂട്ടായിട്ട് മാറും, ഒവ്യൂള് സീഡായിട്ട് മാറും. ഓപ്ഷൻ ബി. ഓവറി ഫ്രൂട്ട്, ഒവ്യൂള് സീഡ്. ഓക്കെ. സോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഫ് ഫ്ലവറിങ് പ്ലാന്റും അസെക്ഷൽ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പ് ഡിക്ക് വന്നിട്ടുള്ള എല്ലാവിധ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. സോ സ്റ്റേ ട്യൂൺ. താങ്ക് യു.